പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് ആദ്യം തന്നെ ഞാൻ പരിശുദ്ധ അമ്മയോടും ബിഷോപ്പിനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രാജി. ഞാൻ മലപ്പുറം നിലമ്പൂർ ചുങ്കത്രയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം 10/1/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനായിട്ട് ഉണ്ടായ സാഹചര്യം, ഞാൻ ചുങ്കത്രയിൽ നിന്നും എറണാകുളത്തേക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിനായി വന്ന സമയത്ത് എനിക്ക് ജോലി ലഭിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പേഴ്സണൽ ട്രെയിനിങ് ഒന്ന് കിട്ടും എന്നുള്ളത് മാത്രം വെച്ചിട്ടാണ് ഞാൻ അന്ന് നാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്നത്. ഞാനും മക്കളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത്. ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ആ സമയം ഞാൻ എടപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയ സമയത്ത് അവിടുന്ന് എനിക്കൊരു കൃപാസനം പത്രം കിട്ടുകയും ഞാൻ പത്രം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ ഞാൻ എൻ്റെ ജോലിയുടെ നിയോഗം വെച്ചിരുന്നു. മോൻ്റെ എക്സാം ആയിരുന്നു. ഓൻ +1 പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനതായിരുന്നു നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ജോലി ഞാൻ ഉടമ്പടി എടുത്ത് 4ാമത്തെ ദിവസം തന്നെ അമ്മ മാതാവ് എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു. ആ ജോലി ലഭിക്കാനായിട്ട് ഞാൻ 2-3 ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞ് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം മാതാവ് തന്നെ എനിക്ക് പ്രേരണ തരികയാണ്. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യൂ. ജിമ്മുകളുടെ നമ്പറുകൾ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. 3-4 ജിമ്മുകൾ എനിക്ക് ലിസ്റ്റിൽ വന്നു. ആദ്യം കണ്ട ജിമ്മിൻ്റെ ലിസ്റ്റിൽ തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് കൊടുത്തു. ഞാൻ ജിമ്മിൽ ഇൻ്റർവ്യൂവിനായിട്ട് ചെന്നു. ഞാൻ തൃപ്പൂണിത്തറയുള്ള ജിമ്മിലാണ് ഇൻ്റർവ്യൂവിന് ഫസ്റ്റ് പോയത്. അവിടെ ചെന്ന് സാർ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ ഞാൻ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. ഉപ്പും കയ്യിൽ കരുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ മനസ്സിൽ വിചാരിച്ചതിലും കൂടുതലായി സാലറി തന്ന് മാതാവ് എന്നെ അന്ന് തന്നെ ആ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ എന്നോട് ജോലിയിൽ കയറാനായിട്ട് സാറ് പറയുകയും ഞാൻ രാവിലെ തന്നെ ജോലിയിൽ വന്ന് കയറുകയും ചെയ്തു. 4ാമത്തെ ദിവസം തന്നെ അമ്മ മാതാവ് എനിക്ക് ജോലി തന്ന അനുഗ്രഹം തന്നു. അതിനുശേഷം ജോലിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മോനാണ് അഭിദേവ്. അവൻ +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ കൂടെ ഇല്ല വീട്ടിൽ. ഇവൻ്റെ താഴെ ഒരാളും കൂടെ ഉണ്ട്. അപ്പം ഇവൻ പറഞ്ഞ എൻ്റെ അടുത്ത്, അമ്മ എനിക്ക് +1 എക്സാമിന് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10th എക്സാമിനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാത്സ്. ഞാൻ ഈ +1 എക്സാമിന് മാത്സിന് തോൽക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് ഇവൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ അമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് നമുക്ക് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുക്കാം. ഞാൻ ഉടമ്പടിയിൽ ഈ ഒരു നിയോഗം വെച്ചിട്ടുണ്ട്, മോനിങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അവൻ പിറ്റേ ദിവസം തന്നെ അമ്മയും കൂട്ടി കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ അവനുണ്ടായ സാക്ഷാത് അവൻ പറയാൻ ഞാൻ അവന് കൊടുക്കും. എൻ്റെ പേര് അഭിദേവ്. 2013 അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ കാരണം പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മാത്സിലൊക്കെ നല്ല മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് +1 കയറിയപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് പറഞ്ഞു മാത്സും ഇതൊന്നും എനിക്ക് നല്ല പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയാണ് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ. ഞാനൊരു ഇതിൽ വന്നു, ഉടമ്പടി എടുത്തു, മാതാവിനോട് പ്രാർത്ഥിച്ചു. പരീക്ഷ കഴിഞ്ഞു. എന്താ പരീക്ഷയ്ക്ക് എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എക്സാം പേപ്പർ കിട്ടി, ഞാൻ എഴുതി പോന്നു. ഞാൻ പറഞ്ഞു അമ്മ എനിക്കൊന്നും അറിയത്തില്ല, അറിയാവുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോന്നു. പിന്നെ മാർക്ക് കിട്ടിയപ്പോൾ എനിക്കതിൽ ഡബിൾ പാസ്സാണ്. ഞാൻ ജയിക്കാൻ മാത്രമല്ല +2 എക്സാം വരെ ഞാൻ പാസ്സായി. അതേപോലെ +2 എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു മാത്സിൻ്റെ കാര്യത്തിൽ. ശരിക്കും തോറ്റു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എങ്ങനെയോ ജയിച്ച് കിട്ടി. അവനന്ന് വന്ന് ഇവിടെ എടുത്തിട്ട് പോകുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നു, എക്സാമിന് നീ പോകുമ്പോൾ പ്രാർത്ഥിച്ച് ഉപ്പും തേനും കഴിച്ച് കാശുരൂപം എടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെയായിരുന്നു. അവനോട് എക്സാമിന് പോവും. അപ്പോൾ പോകുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിക്കും. അപ്പോൾ ഇവനെപ്പോഴും കാശുരൂപം എടുത്ത് പോക്കറ്റിൽ വെക്കും. ഇതേപോലെ ഉപ്പും തേനും കഴിച്ച് പോയി. മാത്സിൻ്റെ എക്സാം വന്നന്ന് ഇവൻ മാത്സിൻ്റെ എക്സാമിന് പോകുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ജിമ്മിൻ്റെ ടൈം കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് ഫ്രീ ടൈം ഉണ്ട്. ആ ടൈമിൽ ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവൻ എക്സാം ഹാളിൽ കയറുമ്പോൾ എക്സാം ഹാളിൽ കയറി ഇറങ്ങിയിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ എക്സാം ഹാളിൽ കയറി പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് അറിയുന്നതായിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് തോന്നിയത്. ഞാൻ പേപ്പർ തന്നു. ഞാൻ അപ്പോൾ കുരിശ് പേപ്പറിൽ വരച്ച് ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ
എനിക്കറിയില്ല, ഞാൻ എന്തൊക്കെയോ എഴുതി, എനിക്ക് എന്തൊക്കെയോ എഴുതിയതെന്ന് എനിക്കറിയില്ല, അറിയുന്ന പോലെയൊക്കെ ഞാൻ എഴുതി പോന്നു എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അന്ന് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് ഡബിൾ പാസ് മേലെ മാർക്ക് ഉണ്ടായിരുന്നു എക്സാമിന്. അതേപോലെ തന്നെ പ്ലസ് ടു എൻഡിങ് ആയപ്പോഴും അവൻ പറഞ്ഞു ഇതേപോലെ ഞാൻ പ്ലസ് ടു പാസ്സാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ, മാത്സിന് ഞാൻ ചിലപ്പോൾ തോക്കുമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. നീ അമ്മ മാതാവിനെ തന്നെ പിടിക്കുക, അതേപോലെ തന്നെ നീ പ്രാർത്ഥന തുടർന്ന് പോകണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവൻ പ്രാർത്ഥനയൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല, പ്രാർത്ഥനയൊക്കെ അവൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്ലസ് ടുവിൻ്റെ എക്സാം കഴിഞ്ഞു. 70% മാർക്കോട് കൂടി ഇവൻ പ്ലസ് ടു പാസ്സായി. അതിനുശേഷം ഞാൻ കൊച്ചിയിലേക്ക് തന്നെ ഇവരെ രണ്ടുപേരെയും കൊച്ചിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. അവൻ്റെ അനിയനെയും കൊച്ചിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഞങ്ങളിവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഇവിടെ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞ്, ഇവൻ അവധിയാണല്ലോ എന്ന് പറഞ്ഞ് ഇവനൊരു പാർട്ട് ടൈം ആയിട്ടൊരു ജോലിക്കും കൂടെ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ബ്ലിങ്കിറ്റിൽ ജോലിക്ക് കയറി. 1.5 മാസം ഇവൻ ബ്ലിങ്കിറ്റിൽ ജോലിക്ക് പോയി. ബ്ലിങ്കിറ്റിൽ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസമെങ്കിലും കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാലേ അവിടെ ഇവർക്ക് സ്ഥിരമായിട്ടാവുള്ളൂ, മെഡിക്കൽ അലവൻസുകളൊക്കെ കിട്ടുള്ളൂ. ആ ടൈമിൽ ഇവന് പോകാൻ വേണ്ടി എന്നെ ജിമ്മിൽ നിന്ന് ഇവൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കി. ഇവൻ തിരിച്ച് ജോലി സ്ഥലത്തിലേക്ക് പോകുന്ന ടൈമിൽ ഒരു സൊമാറ്റോയുടെ വണ്ടി വന്ന് ഇവൻ്റെ വണ്ടിയിൽ ഇടിക്കുകയും ഇവൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീഴുകയും ഇവൻ്റെ കാലിൻ്റെ അടിഭാഗം ഫുള്ള് 2ആയി പിളർന്ന് പോവുകയും ചെയ്തു. ആ എല്ല് പൊട്ടി അതിനുള്ളിലൂടെ താഴേക്ക് വരികയും ചെയ്തു. ഒരു മഴ സമയത്താണ്, ഇതേപോലെ ഡിസംബറിലൊരു മഴ ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഇവൻ വീഴുന്നത്, അതും ചെളിയിലേക്കാണ് വീണത്. ഈ മുറിയിൽ നിറയെ ചെളി കയറിപ്പോയി. എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലുന്നു. ആ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞു. നമുക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ആ ഒരു സമയത്തോടു കൂടി തന്നെ എല്ലാം കയ്യിൽ നിന്നും പോയി. നമുക്ക് ചിലവിനുള്ള പൈസ മാത്രമാണ് കയ്യിൽ ഉണ്ടാവുക. ആ ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒരു 5000 രൂപയും കൊണ്ടാണ് ഓടിപ്പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മുറിയുടെ ഉള്ളിൽ നിറയെ ചെളി കയറി പോയിട്ടുണ്ടായിരുന്നു, അത് അവർ ക്ലീൻ ചെയ്തു, എങ്കിലും ഇവന് ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അത്രത്തോളം ചെളി ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് സർജറി നടത്തണം. 12 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. 6 മണിക്കുള്ളിലായിട്ട് സർജറിക്ക് ഇവനെ കയറ്റണം. 35,000 രൂപ സർജറിക്കായിട്ട് കെട്ടിവെക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. 5,000 രൂപയും കൊണ്ടുപോയി ഞാൻ 35,000 രൂപ സർജറി എന്ന് കേട്ടപ്പോൾ ശരിക്കും പേടിച്ചു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാണ്ടായി. വേറെ ആരും ഉണ്ടായിരുന്നില്ല, എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. ഞാൻ ആളെ വിളിച്ചു, അവൻ ഓടി വന്നു. അവനവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. വൈഫും ഒരു കുഞ്ഞു കൊച്ചുമാണ്, അവരെയും കൊണ്ട് ഓടി വന്നു. പക്ഷെ അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ ബ്ലിങ്കിറ്റിലെ സാറുമാരും വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അവർ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 3 മാസമെങ്കിലും ആവാണ്ട് നമുക്ക് മെഡിക്കൽ അലവൻസ് ഒന്നും അവന് കിട്ടില്ല, പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു. EMCയിലായിരുന്നു ഇവനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൊച്ചിയിൽ. അങ്ങനെ അവർ തന്നെ അന്വേഷിച്ചു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് സർജറി ഇന്ന് നടത്താൻ പറ്റില്ല, നാളത്തേക്കേ നമുക്ക് സർജറിക്ക് പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ EMCയിലെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നാളത്തേക്ക് സർജറിക്ക് നിൽക്കുകയാണെങ്കിൽ കാലിൽ ഇൻഫെക്ഷൻ കയറിപ്പോവും, പിന്നെ കാല് മുറിക്കേണ്ട അവസ്ഥ പോലുള്ള കാര്യങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കും, അവനെ അത് ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യും. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് സർജറിക്കുള്ള കാര്യങ്ങൾ നീക്കാനാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ നിന്ന് അമ്മ മാതാവിനെ ഈശോയും വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ നിമിഷം ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എൻ്റെ ഇടവും വലവും എൻ്റെ അപ്പനും അമ്മയും ഉണ്ടാവണം, വേറെ ആരും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിക്കയറി ചെല്ലുമ്പോൾ ഇവനെ എക്സ്റേ എടുക്കാൻ വേണ്ടി കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ അവൻ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിക്കുന്നുള്ളത് വെച്ച് അവൻ സിസ്റ്ററോട് പറയുന്നുണ്ട് അമ്മ പേടിക്കും, അമ്മയോട് കൂടുതലായിട്ടൊന്നും പറയില്ല എന്ന് ഇവൻ പറഞ്ഞിട്ടാണ് ഇവനെ എക്സ്റേക്ക് കൊണ്ടുപോകുന്നത്. എക്സ്റേ എടുത്തിറങ്ങിയപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി വേണ്ടി വരും, അത്രയും ആഴത്തിലുള്ള മുറിവാണ്, എല്ല് പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്, എന്നിട്ടും അവൻ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ ആ ഒരു നേരം ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും വിളിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഈ അപ്പനെയും അമ്മയും വിളിച്ചത് മാത്രമേ എനിക്കുള്ളൂ. വേറെ ആരും എന്നെ സഹായിക്കാനായിട്ട് ആ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അതിനുള്ള സഹായം ചെയ്യാനൊന്നും പറ്റുന്ന സാമ്പത്തികാവസ്ഥയിലൊന്നും ഉള്ളവരല്ല. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് ഇത് മാത്രം പറഞ്ഞു. അതിനുശേഷം സാറുമാർ എന്നോട് പറഞ്ഞു ബ്ലിങ്കിറ്റിലെ ഹെഡുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ, കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. അയാൾ അവരുമായിട്ട് സംസാരിച്ചു, ഹെഡുമായിട്ട് സംസാരിച്ചു. ആ സാർ എൻ്റെ കയ്യിൽ ഫോൺ തരാൻ പറഞ്ഞു. സാറ് ഫോൺ തന്നു. ഞാൻ എൻ്റെ അവസ്ഥകൾ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു 30,000 രൂപ ഇപ്പം തന്നെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇടാം,
ആ സമയം തന്നെ പറഞ്ഞ് 3 മിനിറ്റിനകത്ത് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. ഞാൻ അപ്പം തന്നെ ഓടിക്കൊണ്ട് 35,000 രൂപ അവൻ്റെ സർജറിക്ക് അടച്ചു. 6 മണിക്ക് തന്നെ അവനെ സർജറിക്ക് കയറ്റി. സർജറി കഴിഞ്ഞു, അവനെ ഇറക്കിയതിന് ശേഷം ഹെവി ബ്ലീഡിങ് ആയിരുന്നു കാലിൽ. ഓവറായിട്ട് ചെളി ഉള്ളിൽ പോയതുകൊണ്ട് അവർ അധികം സമയം ക്ലീനിങ്ങും കാര്യങ്ങളും എടുത്തത് കൊണ്ട് തന്നെ ബ്ലീഡിങ് ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദന സഹിക്കാണ്ട് റൂമിൽ വന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിരുന്ന സമയത്തും ഞാൻ കാശ് രൂപം എടുത്ത്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് രൂപം എടുത്ത് അവൻ്റെ മേളിൽ കൊന്തയിൽ ഇട്ട് കൊടുത്ത്, അവൻ്റെ കഴുത്തിലിട്ട് കൊടുത്ത്, ഉപ്പും തേനും അവൻ്റെ വായിലിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി നീ കണ്ണടച്ച് കിടക്ക്, വേദന കുറയുമെന്ന് പറഞ്ഞു. ആ വിശ്വാസ പ്രമാണം ചൊല്ലി അത് പൂർത്തിയാകുന്നതിന് മുന്നേ അവൻ മയക്കത്തിലേക്ക് പോയി. പിന്നെ അവൻ ആ വേദന ഉണ്ടായിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നവരെയും ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിലും അവൻ വേദന ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അത് ഡോക്ടർ അത്ഭുതമായിട്ട് പറയുകയും ചെയ്തു. വേദന അത്രയും പറയാതിരുന്നത് കൊണ്ടിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ നടത്തുമ്പോൾ ബ്ലഡ് ഫുള്ള് തറയിലൂടെ പോകുമായിരുന്നു. ഡോക്ടർ വന്ന് വഴക്കും പറഞ്ഞു. ഫിസിയോതെറാപ്പിസ്റ്റ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവനെ നടത്തിച്ചതിൻ്റെ പേരിൽ. എന്നിട്ടും ഇവന് ആ വേദന പിറ്റേ ദിവസം ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ ചിന്ത, രാവിലെ ആകുമ്പോൾ ബില്ല് തരും, ഞാൻ എവിടുന്ന് കൊണ്ടുപോയി ഈശോയെ പൈസ അടയ്ക്കും, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഈശോനെ അമ്മമാതാവിനെ മാത്രം വിചാരിച്ചാണ് ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അവിടുന്ന് ഞാൻ താഴത്തേക്ക് ലിഫ്റ്റിൽ താഴെ ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ഫോൺ ചെറുപറാന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് വരികയാണ്. എനിക്കറിയാത്ത പല നമ്പറുകളിൽ എൻ്റെ ഫോണിലേക്ക് ജിപേയിൽ നിന്ന് പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. ജിമ്മിലെ ക്ലയൻസുകൾ, ഞാൻ എടുക്കുന്ന ക്ലയൻസ്, എനിക്ക് പരിചയമില്ലാത്ത ക്ലയൻസ്, എൻ്റെ എവിടുന്നൊക്കെയോ എനിക്കറിയില്ല, എൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയോ എൻ്റെ ഫോണിലേക്ക് ജിപേയിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 85,000 രൂപയായി ഇവന് ഹോസ്പിറ്റലിൽ. അന്ന് 5,000 രൂപയും കൊണ്ട് കയറി എനിക്ക് 85,000 രൂപ ഹോസ്പിറ്റലിൽ അടയ്ക്കാനും പിന്നെ ഒരു മാസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ഇവനെ നോക്കി വീട്ടിലിരിക്കണം. അതിനും കൂടെ ഉള്ള പൈസയും കൂടെ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ മാതാവ് എനിക്ക് തന്നു. 28,000 രൂപ എക്സ്ട്രാ ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നിട്ടാണ് ഇവനെ 3 തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു പൈസ കൂടെ എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നിട്ടാണ് എന്നെ അമ്മമാതാവ് ആ ഹോസ്പിറ്റലിൻ്റെ പടി ഇറക്കിയത്. അപ്പോൾ അന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നൊരു വചനമാണ് സങ്കീർത്തനം 55:22. നിന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊള്ളുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മളൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ വിട്ടുകൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. അപ്പോഴാണ് നമ്മുടെ ഈശോ നമ്മളെ കൂടെ നിന്ന് നമ്മളെ താങ്ങുന്നുള്ളത്. എനിക്ക് ഇത് മാത്രമായിട്ടല്ല, പല പല അനുഗ്രഹങ്ങളിലൂടെ എനിക്ക് മനസ്സിലായതാണ്. അങ്ങനെ ഞാനിവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് 3 മാസത്തോളം ഇവിടെ നിന്ന് കാലിലെ എല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഇവനെ കൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നെക്സ്റ്റ് ലെവലിൽ എനിക്ക് ഇവനെ പഠിപ്പിക്കണം. എൻ്റെ കയ്യിൽ ഇനിയിപ്പം ഇവനെ വേണ്ടിയിട്ട് ഒന്നും വെക്കാനില്ല. അപ്പം ഞാൻ ഇനിയും ജിമ്മിൻ്റെ കോഴ്സ് ഇതെടുത്തത് കൊണ്ട് വിദേശത്തേക്ക് പോകാമെന്നൊരു തീരുമാനം എടുത്ത് ഞാൻ ഇവിടുന്ന് തന്നെ പാസ്പോർട്ടിനൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ ഇവനെയും കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ളൊരു രീതിക്ക് ഇവിടുന്ന് പോയി, അല്ലെങ്കിൽ നാട്ടിൽ പോയി ജോലി എടുക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് ഇവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചു. ഇവിടുന്ന് പോകാനുള്ള വണ്ടിക്കൂലി അത്യാവശ്യം ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ചുങ്കത്ര വരെ പോകണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വണ്ടിക്കൂലി വരും. ബാക്കി കാര്യങ്ങൾ ചിലവുകളൊക്കെ ഉണ്ട്. ഇതെനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അന്ന് ഞാനൊരു വെള്ള പേപ്പർ എടുത്ത് അതിലൊരു ഡേറ്റ് ഇട്ട് മാതാവിന് ഞാൻ എഴുതി വെച്ചു, ഈ ഡേറ്റിൽ എനിക്ക് ഇവിടുന്ന് പോകണം, അതിന് എനിക്ക് പണം വേണം. അതിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 രൂപ പോലും ഇല്ല, ഇപ്പം നടന്നു പോകുന്ന ചിലവിനല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 21-ാം തീയതി ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. 22 ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 21-ാം തീയതി ഞാൻ ജിമ്മിൽ ചെന്നപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു സ്കൂട്ടി ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇത് സെയിലാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ എനിക്കിതൊന്ന് സെയിലാക്കി തരാമോ, എനിക്ക് പോകാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ മാം പറഞ്ഞു, നീ അങ്ങനെ വണ്ടി വിറ്റിട്ട് പോകണ്ട എന്ന് പറഞ്ഞ് ആ നിമിഷം കവിത എന്ന് പറയുന്നൊരു മാം, ആ മാമിൻ്റെ കയ്യിൽ കിടന്നൊരു മോതിരം എനിക്ക് തരികയാണ്. നീ നിൻ്റെ ആവശ്യം പോലെ ചെയ്തോ, ഇതെനിക്ക് തിരിച്ചാവശ്യമില്ല. അവിടെ ആ മാതാവാണ് എനിക്ക് ആ ഒരു സമയം പ്രവർത്തിച്ച ചേച്ചിയിലൂടെ എനിക്ക് പൈസ തരുന്നത്. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പണമായിട്ടാണ് ഞാൻ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് തിരിച്ചു പോകുന്നതും മക്കളെ അവിടെ കൊണ്ടുപോകുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് പൈൽസിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു, മുന്നേ മുതലേ ഉണ്ടായിരുന്നു. ഞാനിത് ഇതിനിടയ്ക്കൊന്നും കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഹെവി ബ്ലീഡിങ്ങോ പോലെയൊക്കെ ആയി. പക്ഷെ അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ പേരിൽ ഒരു മരുന്ന് പോലും ഞാൻ കഴിക്കില്ല, ഞാൻ എവിടെയും പോവില്ല. ഇത്രയൊക്കെ എന്നെ താങ്ങുന്ന എൻ്റെ ഈശോ എന്നെ അവിടെ താങ്ങുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മരുന്നൊന്നും എടുത്തില്ല. ഞാനിവിടുന്ന് കൊണ്ടുപോയ തൈലവും ഉപ്പും തേനും കഴിച്ചു, തൈലം തേക്കും, ഇങ്ങനെ ആയി. ആ അസുഖം എനിക്ക് ആ
തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ അസുഖം പൂർണ്ണമായിട്ടും പോയി. ഞാനൊരു ഡോക്ടറെ കാണിച്ചിട്ടില്ല, ഒരു മരുന്ന് കഴിച്ചിട്ടില്ല. എനിക്ക് അസുഖം പൂർണ്ണമായിട്ടും മാറ്റി തന്നു. ഒരു ചിക്കനോ അങ്ങനെ ഒരു മുട്ടയോ പോലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം മുതൽ എനിക്ക് പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കതൊരു ഒരു കുഴപ്പമില്ല. അവിടുന്ന് തൊട്ട് ഇന്ന് വരേക്കും എനിക്ക് അതിൻ്റെ ഒരു സിംറ്റംസും വന്നിട്ടില്ല. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാനും ഇവനും കൂടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. അമ്മ മാതാവിൻ്റെ അവിടെ അമ്മമാർ മാത്രം താമസിക്കുന്ന ഒരു അനാഥാലയമുണ്ട്, അവിടെ പോവാറുണ്ട്. സമയം കിട്ടുമ്പോൾ ഞാൻ അവർക്ക് വസ്ത്രങ്ങളൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. ഡെയിലി ജപമാലയും വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ഞാൻ വീട്ടിലുള്ള സമയത്താണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവനും അനിയനും കൂടെ വരും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുരിശ് വരയ്ക്കും, ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. അല്ലാത്ത ടൈം ഇവരില്ലെങ്കിലും ഞാനില്ലെങ്കിലും അവർ ചൊല്ലും, പ്രാർത്ഥന മുടക്കാറില്ല. ഞാൻ എന്നും വൈകുന്നേരം സമയം കറക്റ്റ് ആ ടൈമിന് എനിക്ക് കിട്ടില്ലെങ്കിലും രാവിലത്തത് കറക്റ്റ് സമയത്ത് ഞാൻ 5:30 ചെല്ലിയിട്ട് പോകും. 5:30 ആകുമ്പോൾ എനിക്ക് ജിം ഓപ്പൺ ചെയ്യണം. വൈകുന്നേരത്ത് ഞാൻ വന്ന് കഴിയുന്ന ആ സമയത്ത് ഞാൻ എന്നും പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പോവാറുള്ളത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഇനിയും മുമ്പോട്ടുള്ള ജീവിതം ഈശോയും അമ്മ മാതാവും എനിക്ക് താങ്ങും തണലുമായി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്ക് ഉണ്ട്. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വചനമാണ്. ഈശോയുടെ അമ്മയുടെയും കൈരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാൽ, ആ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാവുമ്പോൾ ആ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. അങ്ങനെയാണ് ഈ മകൾക്ക് സർജറി എല്ലാം പൂർത്തിയായി മകനുമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുവാൻ സാധിച്ചത്. പിന്നീട് ഹൗസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോയപ്പോഴും വെള്ള പേപ്പറിൽ 22 എന്ന ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും 21-ാം തീയതി കാശ് വന്നിട്ടില്ല. കൂട്ടുകാരിയോട് ഒരു സ്കൂട്ടി വിറ്റിട്ട് കാശുമായിട്ട് തൽക്കാലത്തേന് ഉള്ള സാമ്പത്തികമായിട്ട് നടത്താമെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ആ സ്വന്തം കൂട്ടുകാരിക്ക് കയ്യിലിരുന്ന മോതിരം ഊരിക്കൊടുക്കാനായിട്ട് തോന്നിച്ചത് അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ അതും സാധിച്ചു കൊടുക്കുകയും പിന്നീട് രോഗാവസ്ഥയിലായിരുന്നു. പൈൽസ് എന്ന അസുഖം വന്നപ്പോഴും രോഗത്തിന് മരുന്നൊന്നും കഴിക്കാതെ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതുമൊക്കെ. പിന്നീട് ഈ മകനും അമ്മയും ചേർന്ന് പത്രം കൊടുക്കുകയും മറ്റുള്ളവർ കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും പ്രാർത്ഥനാ ജീവിതവും ജപമാലയും ബൈബിൾ വായനയും കൊന്തയും ഒക്കെ ഒന്നിച്ചിരുന്ന് ഈ അക്രൈസ്തവരായ മക്കൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം കൂടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സാക്ഷ്യത്തിൽ നിന്ന്. വചനം പറയുന്നത് പോലെ നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കുമെന്നാണ്. ഈ മക്കളുടെ ജീവിതത്തിലും കർത്താവ് മുൻപിൽ തന്നെയാണ് നടന്നത്. എല്ലാ കാര്യത്തിലും ഈശോയുടെയും അമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. നമ്മുടെ കാവലായിട്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മെ സംരക്ഷിക്കാനായിട്ട് കൃപാസനം അമ്മയുണ്ട്. നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമ്മെ മുന്നോട്ട് നയിക്കുവാനായിട്ട്, ഈശോയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട്. ഉടമ്പടി പ്രാർത്ഥനയിൽ നാം അനുഭവിക്കുന്നത് ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയാണ്. നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ മുൻപിലും പിൻപിലുമുണ്ട്. പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭയപ്പെടേണ്ട. ജീവിതത്തിൽ വൈകിപ്പോകുന്ന കാര്യങ്ങളുണ്ടായാലും ദൈവം ശരിയായ സമയത്ത്, തക്ക സമയത്ത് നമ്മെ നയിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും യേശുവിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുവാനുള്ള വഴി കാണിച്ചു തരാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രാജിക്കും അഭിദേവനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.